ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് വൈകിട്ടത്തെ ചായയുടെ കൂടെയൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് തന്നെ ഈ ഒരു അടിപൊളി റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കിയിട്ട് വന്നാലോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു ഫില്ലിങ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഒരു പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാനിവിടെ 2 സവാള ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് കേട്ടോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി സവാള നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, പെട്ടെന്നൊന്ന് വാടി കിട്ടാനായിട്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഇതേപോലെ ഒന്ന് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് 2 പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. പച്ചമുളക് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് എത്രയാണോ എരിവ് വേണ്ടത് അതിനനുസരിച്ചിട്ട് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണമൊക്കെ നല്ല പോലെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഗരം മസാലയ്ക്ക് പകരം മീറ്റ് മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ കുരുമുളക് പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാവും. പൊടികളുടെയൊക്കെ പച്ചമണക്ക് മുഴുവനായിട്ട് മാറുന്നത് വരെ തന്നെ വഴറ്റി കൊടുക്കണം കേട്ടോ. അപ്പോൾ ആദ്യം കുറച്ച് ഉപ്പല്ല ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി ഈ ഒരു മസാലയിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മല്ലിയില എന്തായാലും ചേർത്ത് കൊടുക്കാം കേട്ടോ, അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റും ഫ്ലേവറൊക്കെ ഉണ്ടാവുക. ഇപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫാക്കിയിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചിട്ടൊഴിക്കാം. പിന്നെ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ബ്രെഡാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 5 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ആ മുട്ടയുടെ കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു ബ്രെഡിൻ്റെ സൈഡ് ഭാഗമൊന്നും കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, നമുക്ക് അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊന്ന് അരച്ചെടുക്കുന്നതിനായിട്ട് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇതേപോലെ നല്ലപോലെ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് തിക്കായിട്ടാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ അടിക്കുമ്പോൾ ലൂസായി പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് ബ്രെഡും കൂടി ചേർത്തിട്ടൊന്ന് അടിച്ചെടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് മൈദ കൂടി ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ 1/2 കപ്പ് മൈദ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്നും കൂടെ അടിച്ചെടുക്കാം. നമ്മൾ ആദ്യം ബ്രെഡൊക്കെ അടിച്ചെടുത്തില്ലേ, ആ ഒരു സമയത്ത് തന്നെ മൈദ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പം ഞാൻ ചേർത്ത് കൊടുക്കാനായിട്ട് വിട്ടുപോയിട്ടുള്ളതാണ്. ഇപ്പോൾ ദാ ഇതേപോലെ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇതേപോലെ കുറച്ച് തിക്കായിട്ടാണ് നമുക്ക് ഈ ഒരു ബാറ്റർ വേണ്ടത്. ഇനി ഇത് ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ ഒരു പഴയ ദോശപ്പാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്ന സോസ് പാൻ വെച്ച് കൊടുക്കുന്നത്. ഡയറക്റ്റായിട്ട് വെക്കുകയാണെങ്കിൽ കരിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യൊന്നും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ റെഡിയാക്കി വരുന്ന സമയത്ത് അടിക്ക് പിടിക്കാതിരിക്കാനായിട്ടാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഉണ്ടല്ലോ, അതിൻ്റെ പകുതി ഭാഗം ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിൻ്റെ മേലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള സവാളയുടെ ഒക്കെ ഒരു മസാല ഉണ്ടല്ലോ, അത് ഇതുപോലെ മുഴുവനായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ സവാളയുടെ മസാല മുഴുവനായിട്ട് ഇതേപോലെ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് മുട്ട പുഴുങ്ങിയതാണ്. അപ്പോൾ ഞാനൊരു 4 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അത് മുഴുവനായിട്ട് ഇതിൻ്റെ മേലെ ഇതേപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു മുട്ട 4ആയിട്ട് കീറിയിട്ടോ അല്ലെങ്കിൽ 2ആയിട്ട് കട്ട് ചെയ്തിട്ടോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇതുപോലെ മുഴുവനായിട്ട് ഇതേപോലെ തന്നെ വെച്ച് കൊടുക്കാം. ഇനി നേരത്തെ നമ്മൾ ബാറ്റർ പകുതിയല്ലേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ഇനി ഒരു മുട്ട മുഴുവനായിട്ട് കവറാവുന്ന രീതിയിൽ നമ്മുടെ ബാറ്റർ മുഴുവനായിട്ട് ഇതേപോലെ തന്നെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാനിവിടെ ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ വേണം നമ്മൾ വെച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഇത് കവർ ചെയ്തിട്ട് നമുക്കൊരു 20 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഒരു 15 അല്ലെങ്കിൽ ഒരു 20 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേന് എന്തായാലും ഇത് റെഡിയായി വന്നിട്ടുണ്ടായിരിക്കും. ഞാനിവിടെ 20 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ തുറന്നു നോക്കിയിട്ടുള്ളത്. 20 മിനിറ്റിലാണ് എനിക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുള്ളത്. കണ്ടില്ല, സൈഡൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുകയൊന്നും ചെയ്യുന്നില്ല. നല്ല അടിപൊളിയായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്.
ഇനി നമുക്കിതൊന്ന് പ്ലേറ്റ് വെച്ചിട്ടൊന്ന് തിരിച്ചിട്ടിട്ട് ഈ ഒരു ഭാഗം കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ കണ്ടില്ലേ, കരിഞ്ഞു പോവുകയൊന്നും ചെയ്തിട്ടില്ല. നല്ല പെർഫെക്റ്റായിട്ട് നല്ല അടിപൊളി കളറായിട്ട് തന്നെയാണ് കുക്കായിട്ട് വന്നിട്ടുള്ളത്. ഇനി അതേ സോസ് പാനിൽ തന്നെ ഞാൻ കുറച്ച് നെയ്യും കൂടി ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിതിൻ്റെ അപ്പുറത്തെ സൈഡും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതേപോലെ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ മേലെയും കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ 1 മിനിറ്റോളം വെച്ചാൽ മതിയാവും കേട്ടോ. അപ്പുറത്തെ ഭാഗം ഒന്ന് നമുക്കൊന്ന് കളറൊക്കെ ഒന്ന് മാറി വന്നാൽ മാത്രം മതി. അപ്പോൾ ഒരുപാട് നേരമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേന് ഞാനിവിടെ തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ചെറുതായിട്ട് ചൂടാറിയിട്ട് വരുമ്പോൾ നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മൾ നെയ്യൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തത് കൊണ്ട് തന്നെ നമുക്ക് സൂപ്പറായിട്ട് ഇതുപോലെ പെർഫെക്റ്റായിട്ട് തന്നെ വിട്ട് വരും കേട്ടോ. ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ഉള്ളിയുടെ മസാല ഉണ്ടാക്കിയല്ലോ, അപ്പോൾ അതിൽ നമുക്ക് വേണമെങ്കിൽ ചിക്കനൊക്കെ വേവിച്ചിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിലും ഇടാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഫില്ലിങ്ങൊക്കെ റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നാളെ വേറൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.